ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ കത്തിന് മറുപടി നൽകാൻ സർക്കാർ ഭരണഘടനാ വിദഗ്ധരുടെ നിലപാട് കൂടി ചേർത്ത് മറുപടി നൽകാനാണ് നീക്കം. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഭാരതാംബ വിവാദത്തിലാണ് പോര് കനക്കുന്നത്. ഗവർണറുടെ കത്തിന് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. കൂടുതൽ വിവരങ്ങൾ. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കത്തുകളും അതിനോടനുബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളും വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർക്കൊരു കത്ത് നൽകിയത്. അത് നിയമോപദേശം കിട്ടിയതിന് ശേഷമാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. അതായത് ഈ സർക്കാർ നടപടിക്രമങ്ങളിലും സർക്കാർ പരിപാടികളിലും യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു കത്ത് ഗവർണർക്ക് നൽകിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ഗവർണർ ഒരു മറുപടി കത്ത് നൽകിയിരുന്നു. ഈ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും അതിനുപരിയായി അദ്ദേഹം നടത്തിയത് ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണറോട് കാണിച്ച കടുത്ത അവഹേളനമാണെന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് രാജ്ഭവൻ നൽകിയത്. ഇതിന് വീണ്ടും മറുപടി നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇതിൽ കൃത്യമായും നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറെടുക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ നമ്മുടെ ഭരണഘടനാപരമായ ഒരു കാര്യങ്ങളിലും ഭാരതാംബയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിർബന്ധിപ്പിച്ചും അല്ലാതെയും ഈ ഭാരതാംബയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ളൊരു കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കത്ത് ഇന്ന് തന്നെ കൈമാറുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപക്ഷവും രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കത്തിന്മേലുള്ള പോര് ശക്തമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലൊന്നും തന്നെ ഗവർണർക്കെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായം. കാരണം മുഖ്യമന്ത്രി തുറന്നു പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതാംബ വിവാദത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത് ഇത്രയും വഷളാകത്തില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും നിയമവിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം ഒരു കത്തുകൂടി സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകും. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടാൻ പോകുന്നത് ഭാരതാംബയുടെ ചിത്രം ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കത്തില്ല എന്ന തരത്തിൽ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ബുധനാഴ്ച സംസ്ഥാനത്തെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് രാജ്ഭവൻ ഇന്നലെ ഒരു മറുപടി കേരള സർവകലാശാലയോട് ചോദിച്ചിരുന്നു. വിസിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതായത് ഗവർണർ പങ്കെടുത്ത ഒരു യോഗം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ ശ്രമിച്ചു എന്നുള്ളതാണ് ആ കത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സംഘടനയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നതിനും ഒപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ദുരനുഭവങ്ങൾ ഉണ്ടായ ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയും ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ആ സമയത്ത് തന്നെ സെനറ്റ് ഹാളിലെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ തന്നെ നേരിട്ട് വേദിയിലെത്തി ആ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വാദപ്രതിവാദങ്ങൾ കാരണം ഗവർണറുടെ പരിപാടി ഏകദേശം 20 മിനിറ്റിലധികം സമയം നീണ്ടുപോയി. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ രാജ്ഭവൻ ഒരു കത്ത് വൈസ് ചാൻസലർക്ക് നൽകിയത്. വൈസ് ചാൻസലർ ഇതിന്മേൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാറോട് മറുപടി നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെയാണ് ആ രജിസ്ട്രാർ മറുപടി നൽകേണ്ട സമയം. അതിനുള്ളിൽ മറുപടി നൽകണമെന്നൊരു നിർദ്ദേശമാണ് രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും രജിസ്ട്രാറുടെ കത്തിന് മറുപടി നൽകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് കത്തുകളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ശക്തി പ്രാപിച്ച് വരികയാണ്. ആതിര. ശരി ബിനോയ്, ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ കത്തിന് മറുപടി നൽകാൻ സർക്കാർ ഭരണഘടനാ വിദഗ്ധരുടെ നിലപാട് കൂടി ചേർത്ത് മറുപടി നൽകാനാണ് നീക്കം. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് റിപ്പോർട്ട് നൽകും.